ഹായ് ഓൾ വെൽക്കം ടു ദി ഓൺലൈൻ ക്ലാസ് ഓഫ് അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്? എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫ്ലോസ് ഓഫ് ക്യാഷ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട് ഫ്ലോസ്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ പഠിക്കുന്നത് വേരിയസ് ഡെഫിനിഷൻസ് ഓഫ് ക്യാഷ് ഫ്ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതാണ്. എന്താണ് ക്യാഷ്? ഫസ്റ്റ് വൺ, ക്യാഷ് എന്താണ്? ഇവിടെ പറയുന്നുണ്ട് ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത്, ക്യാഷ് കംപ്രൈസസ് ഓഫ് ക്യാഷ് ഓൺ ഹാൻഡ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് വിത്ത് ബാങ്ക്. വേരിയസ് ഡെപ്പോസിറ്റ്സിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സേവിങ് അക്കൗണ്ട് ആണ് നമ്മൾ ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. സോ സേവിങ് അക്കൗണ്ടും ദെൻ ക്യാഷ് ഓൺ ഹാൻഡും ചേർന്നിട്ടുള്ളതാണ് എന്ന് പറയുന്നത് ക്യാഷ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ഡെഫിനിഷൻ എന്താ? ക്യാഷ് ഇക്വലൻസ്. എന്താണ് ക്യാഷ് ഇക്വലൻസ്? ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഷോർട്ട് ടേം വിച്ച് ക്യാൻ ബി റെഡിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തൗട്ട് എ ഫോൾ ഇൻ ദെയർ വാല്യൂ. എക്സാമ്പിൾ പറഞ്ഞാൽ ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്സ് തുടങ്ങിയിട്ടുള്ളതൊക്കെ എന്താണ്? ഈ ക്യാഷ് ഇക്വലൻസിന് എക്സാമ്പിൾസ് ആണ്. അതായത് ഷോർട്ട് ടേമിൽ നമുക്ക് എപ്പം വേണമെങ്കിലും മാറാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് എന്ന് പറയുന്നത് ക്യാഷ് ഇക്വലൻസിൽ വരുന്നത്. ദെയർ മെച്യൂരിറ്റി ടൈം ഈസ് ലെസ് ദാൻ 3 months. 3 മാസത്തിൽ കുറവ് മെച്യൂരിറ്റി പീരീഡുള്ള ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ, ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെയാണ് ക്യാഷ് ഇക്വലൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ക്യാഷ് ഫ്ലോസ്. എന്താണ് ക്യാഷ് ഫ്ലോസ്? Cash flow simply refers to movement of cash and cash equivalents. ക്യാഷ് എന്താണെന്ന് നേരത്തെ പറഞ്ഞു, ക്യാഷ് ഇക്വലൻ്റ് എന്താണെന്നും പറഞ്ഞു. അപ്പം ഈ ക്യാഷിൻ്റെയും ക്യാഷ് ഇക്വലൻസിൻ്റെയും മൂവ്മെൻറ്റ്സിനെയാണ് എന്ത് പറയുക? ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ഈ ക്യാഷ് ഫ്ലോ ഒന്നുകിൽ എന്താവാം? ഇൻഫ്ലോ ആവാം, അല്ലെങ്കിൽ ഔട്ട് ഫ്ലോ ആവാം. അപ്പം ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലോ ഓഫ് ക്യാഷ് എന്ന് പറഞ്ഞാൽ it refers to all transactions that result in increase of cash and cash equivalents. ക്യാഷ് ഇക്വലൻസ് അല്ലെങ്കിൽ ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വരുന്നതോ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് എന്ന് പറയുന്നത് ഇൻഫ്ലോ ഓഫ് ക്യാഷ് എന്ന് പറഞ്ഞാൽ. ഇൻഫ്ലോ ഓഫ് ക്യാഷ് റെഫേഴ്സ് ടു ഓൾ ട്രാൻസാക്ഷൻസ് ദാറ്റ് റിസൾട്ട് ഇൻ ഇൻക്രീസ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സോഴ്സ് ഓഫ് ക്യാഷ് എന്ന് പറയുന്നത്. ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും, ക്യാഷ് മാത്രമല്ല ക്യാഷ് ഇക്വലൻസ് വരുന്ന ട്രാൻസാക്ഷൻസും എന്താണ്? ക്യാഷ് ഇൻഫ്ലോയിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് എന്ന് പറഞ്ഞാൽ ഓൾ ട്രാൻസാക്ഷൻസ് ദാറ്റ് റിസൾട്ട് ഇൻ ഡിക്രീസ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. ക്യാഷും ക്യാഷ് ഇക്വലൻസും ഡിക്രീസ് ചെയ്യുന്ന, കുറയ്ക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് എന്ന് പറയുന്നത്. സോ ഇതാണ് എന്ത് പറയുന്നത്? ദീസ് ആർ യൂസസ് ഓർ ആപ്ലിക്കേഷൻ ഓഫ് ക്യാഷ്. അപ്പം യൂസസ് ഓർ ആപ്ലിക്കേഷൻ ഓഫ് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ദ സോഴ്സസ് ഓഫ് ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് ഇൻഫ്ലോ ആണ്. ഓക്കെ, ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ സോഴ്സസ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻ്റ്. ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ യൂസസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ക്യാഷ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ്. ക്യാഷ് ഫ്ലോ എന്താണ് എന്ന് പറഞ്ഞ് നമ്മൾ മൂവ്മെൻറ്റ് ഓഫ് ക്യാഷിനെയാണ്, ക്യാഷും ക്യാഷ് ഇക്വലൻസിനെയാണ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാഷ് ഫ്ലോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അക്കോർഡിംഗ് ടു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3, ക്യാഷ് ഫ്ലോസ് ഷുഡ് ബി കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻടു 3. അതായത് ബിസിനസ് ആക്ടിവിറ്റീസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ക്യാഷ് ഫ്ലോസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം ഏതൊക്കെയാണ് ബിസിനസ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ് ബിസിനസ്സിൽ വരുന്നത്. ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ദെൻ ഒന്നാമത് ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെയുള്ള ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആർ ദ മെയിൻ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ദ എൻ്റർപ്രൈസ്. This involves
പ്രൊഡ്യൂസിങ് ഓർ അക്വയറിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് സെല്ലിങ് ദം. അപ്പം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഗുഡ്സോ സർവീസസോ പ്രൊഡ്യൂസ് ചെയ്യുക ആവാം, അല്ലെങ്കിൽ അത് അക്വയർ ചെയ്യുന്നതാവാം. എന്നിട്ട് അതെന്ത് ചെയ്യാണ്, സെയിൽ നടത്തുന്നതിനെയാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഉണ്ടാക്കി വിൽക്കുന്നതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വാങ്ങിച്ചിട്ട് വിൽക്കുന്നതോ ആയ ആക്ടിവിറ്റീസിനെയാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇഫ് ആൻ ആക്ടിവിറ്റി അപ്പിയേഴ്സ് ഇൻ ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സ് then it is classified as operating activity. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന ആക്ടിവിറ്റീസിനെ നമുക്ക് എന്ത് പറയാം, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയാം. ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആർ ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ഓപ്പറേഷൻസ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ലാസ്റ്റ് അങ്ങനെ പറയുള്ളൂ. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ഓപ്പറേഷൻസ്. ദെൻ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് പറയുന്നത് ക്യാഷ് ഇൻഫ്ലോസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ക്യാഷ് സെയിൽസ് ഇൻഫ്ലോ ആണ്. ക്യാഷ് റെസീപ്റ്റ്സ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്താണ്, ഗുഡ്സ് ഓർ സർവീസസ് റെൻഡർ ചെയ്തതിന് ഡെപ്റ്റേഴ്സിൽ നിന്നും എന്തെങ്കിലും ക്യാഷ് റിസീവ് ചെയ്യുന്നെങ്കിൽ അത് എന്താ, ക്യാഷ് ഇൻഫ്ലോ ആണ്. ദെൻ ക്യാഷ് റിസീവ്സ് ഫ്രം റോയൽറ്റീസ്, ഫീസ്, കമ്മീഷൻ ആൻഡ് അതർ റവന്യൂസ്. ദെൻ നാലാമത് പറയുന്നത് എന്താ, റീഫണ്ട് ഓഫ് ഇൻകം ടാക്സ്. ഇതൊക്കെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ എന്താണ്, അല്ലെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇൻഫ്ലോ ആണ്. ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ ക്യാഷ് പേർച്ചേസ് ഔട്ട്ഫ്ലോ ആണ്. അതുപോലെ തന്നെ ക്യാഷ് പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ്. ക്യാഷ് പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ് എന്താണ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. പേയ്മെൻറ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ലൈക്ക് വേജസ്, സാലറീസ്, റെൻറ്റ്. ദെൻ ക്യാഷ് പേയ്മെൻറ്റ് ടു ഗവൺമെൻറ് ഫോർ ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്. ഇതൊക്കെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ എന്താ, ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. സെയിൽ ഓഫ് ആൻ ഐറ്റം ഓഫ് പ്ലാന്റ്. സെയിൽ ഓഫ് ആൻ ഐറ്റം ഓഫ് പ്ലാന്റ് അതെന്താണ്, പ്രോഫിറ്റ് ലോസ് ഉണ്ടാക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ്. പക്ഷേ അത് നമ്മൾ എവിടെയാണ് എടുക്കുന്നത്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ക്യാഷ് ഫ്ലോ ആയിട്ടാണ് നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ഇൻഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് കോസ്ഡ് ബൈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് represent the net cash flow from operation. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇഫ് ദ ക്യാഷ് ഇൻഫ്ലോസ് ആർ ഗ്രേറ്റർ ദാൻ ദ ക്യാഷ് ഔട്ട്ഫ്ലോ ദ ഡിഫറൻസ് ഈസ് കോൾഡ് നെറ്റ് ക്യാഷ് ഇൻഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ക്യാഷ് ഇൻഫ്ലോ കൂടുതലാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലെങ്കിൽ അത് അറിയപ്പെടുന്നത് നെറ്റ് ക്യാഷ് ഇൻഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഇനി ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് കൂടുതലെങ്കിലോ, ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് ഇൻഫ്ലോനേക്കാളും കൂടുതലെങ്കിൽ അത് അറിയപ്പെടുന്നത് എന്താണ്, നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ഫ്രം ഓപ്പറേഷൻ അല്ലെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഓക്കെ. രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പം ക്യാഷ് ഫ്ലോസ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് purchase and sale of non-current assets and other investment. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നോൺ കറൻറ്റ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതും സെയിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സും എല്ലാം ചേർന്നാണ് എന്ത്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആർ ദ ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു അക്വിസിഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് നോൺ കറൻറ്റ് അസറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് ആണ്. ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും, ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസീവ്സ് ഫ്രം സെയിൽ ഓഫ് നോൺ കറൻറ്റ് അസറ്റ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്, ക്യാഷ് റിസീവ്സ് ഫ്രം സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് സച്ച് ആസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ദെൻ റിസീവ്സ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, റിക്കവറി ഓഫ് ലോൺസ് മെയ്ഡ്. ദെൻ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാലോ ക്യാഷ് പേയ്മെൻറ്റ് ഫോർ പർച്ചേസ് ഓഫ് നോൺ കറൻറ്റ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ക്യാഷ് പേയ്മെൻറ്റ് ഫോർ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ്, ലോൺസ് ഗിവൺ ടു ബോറോവേഴ്സ്. ഇതൊക്കെ ഏതിൽ വരുന്നതാണ്, ക്യാഷ് ഔട്ട്ഫ്ലോ ഇൻ ദ കേസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ദെൻ ഇനി നമുക്കിവിടെ നോട്ട് ചെയ്യാനുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ദ ക്യാഷ് റിസീവ്സ് ഓൺ സെയിൽ ഓഫ് നോൺ കറൻറ്റ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ ടേക്കൺ ആസ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്.
Thus, profit or loss on sale is automatically adjusted here. That is why profit or loss on sale of non-current assets and intangible assets is not taken as cash flow from operating activity. നേരത്തെ പറഞ്ഞ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നമ്മളൊരു നോൺ കറൻറ്റ് അസറ്റോ അല്ലെ ഇൻടാഞ്ചിബിൾ അസറ്റോ വിൽക്കുന്ന സമയത്തുള്ള പ്രോഫിറ്റോ ലോസോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതെന്തുകൊണ്ടാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആവാനുള്ള കാരണം? അതാണ് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും നോൺ കറൻറ്റ് അസറ്റോ ഇൻടാഞ്ചിബിൾ അസറ്റ്സോ വിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും അത് ഇവിടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലേക്ക് എടുക്കാത്തത്. മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ് എന്ത്? ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഫിനാൻസിങ് ആക്ടിവിറ്റീസിലെ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം. ഫിനാൻസിങ് ആക്ടിവിറ്റിയിലെ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ financing activities are those activities which results in changes in size and composition of owner's capital and short-term and long-term borrowings. These include raising fund from owners, borrowing from creditors and repayment or redemption. In short, financing activities are those activities which causes changes in the capital structure. Capital structure എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി മിക്സിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം അതിലെന്തെങ്കിലും ചേഞ്ച് വരുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസിനെയാണ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൻ്റെ ക്യാഷ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ആണ് നമുക്കിനി നോക്കാനുള്ളത്. അതിൽ വരുന്നതാണ് ക്യാഷ് ഇൻഫ്ലോയിൽ വരുന്നതാണ് ഇത് cash proceeds from issue of shares, cash proceeds from issue of debentures, bonds, etc., short-term and long-term loans or borrowings. Cash outflows ആണ് redemption of preference shares, redemption of debentures, redemption of loans, payment of dividend, payment of interest on debentures and loans, etc. Then ഇവിടെ നോട്ട് ചെയ്യാനുണ്ട്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഓഫ് കോഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസിലൂടെ കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്താണ്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ വരുന്ന ക്യാഷ് ഫ്ലോയാണ്. സോ എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ് റെപ്രസെൻറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ് ആൻഡ് ഡിവിഡൻഡ് ഓൺ ക്യാപിറ്റൽ ആർ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്നും ഇൻട്രസ്റ്റ് കിട്ടുകയാണ് അല്ലെങ്കിൽ ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ അതൊക്കെ എവിടെയാണ് എടുക്കുന്നത്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലെ ഇൻഫ്ലോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. പക്ഷേ നമ്മൾ എന്തെങ്കിലും ബോറോയിങ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ്, നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുകയാണ്, ക്യാപിറ്റലിന് ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ അത് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. കാരണം ഇൻട്രസ്റ്റ് ആൻഡ് പെയ്ഡ് ആൻഡ് ഡിവിഡൻഡ് പെയ്ഡ് റെപ്രസെൻറ്റ് കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ഫിനാൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ലോൺസ് ആണെങ്കിലും ബോറോയിങ്സ് ആണെങ്കിലും ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത്തരം ഡിവിഡൻഡ് പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ് എല്ലാം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആയിട്ടും ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ് എല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ജസ്റ്റ് നോട്ടാണ് പറയുന്നത് ഇവിടെ. ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസിൻ്റെ കേസിൽ, അതായത് ബാങ്ക്സ്, മ്യൂച്വൽ ഫണ്ട് കമ്പനി തുടങ്ങിയിട്ടുള്ളതിൻ്റെ കേസിൽ എന്താണ് ക്യാഷ് ഔട്ട്ഫ്ലോ, എന്താണ് ക്യാഷ് ഇൻഫ്ലോ? അപ്പം പറയാണ്, ക്യാഷ് ഔട്ട്ഫ്ലോ ആൻഡ് ക്യാഷ് ഇൻഫ്ലോ അറൈസിങ് ഫ്രം ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് വിൽ ബി ട്രീറ്റഡ് ആസ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഓക്കെ, സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുന്നതും സെക്യൂരിറ്റി സെയിൽ ചെയ്യുന്നതൊക്കെ എന്താണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ഈസ് എ പാർട്ട് ഓഫ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ്. ഫിനാൻഷ്യൽ എൻ്റർപ്രൈസിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസും സെയിൽ ചെയ്യുക, സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുക, സെക്യൂരിറ്റി സെയിൽ ചെയ്യുക തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അതെന്താണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് മാറാൻ കാരണം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആസ് വെൽ ആസ് ഡിവിഡൻഡ് റിസീവ്ഡ്, അതൊക്കെ എന്താണ്? ട്രീറ്റഡ് ആസ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി.
ദെൻ അത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റിയാണ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആയിട്ടാണ് തൊട്ട് മുമ്പ് പഠിച്ചത്. പക്ഷേ ഫിനാൻഷ്യൽ എൻ്റർപ്രൈസിൻ്റെ കേസിൽ ഇതെന്താണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഇനി ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ഒരു സമ്മറിയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സമ്മറി ഓഫ് ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. സമ്മറി ഓഫ് ആക്ടിവിറ്റീസ്. അതിൽ ഒന്നാമത്തെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. എന്താണ്? ക്യാഷ് റിസീവ്ഡ് ഫ്രം സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്, ക്യാഷ് പെയ്ഡ് ഫോർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ദെൻ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നത് എന്തൊക്കെയാണ്? ക്യാഷ് റിസീവ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിക്സഡ് അസറ്റ്, അതാണ് ഇൻഫ്ലോ. ക്യാഷ് പെയ്ഡ് ഫോർ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിക്സഡ് അസറ്റ് എന്താണ്? ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ക്യാഷ് ഇൻഫ്ലോയും ഇവിടെ എന്താണ്? ഔട്ട്ഫ്ലോയും ആണ് പറയുന്നത്. ഓക്കെ. ദെൻ ക്യാഷ് ഫ്ലോസ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് ബോറോയിങ്സ്, ക്യാഷ് പെയ്ഡ് ഫോർ റിഡംഷൻ ഓഫ് സെക്യൂരിറ്റീസ്, റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ്. ഓക്കെ. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം നോക്കാം. അതിൽ എന്താണ് പറയുന്നത്? ക്ലാസിഫൈ ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഇൻ ടു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. അപ്പം നമുക്ക് ധാരാളം എന്ത് തന്നിട്ടുണ്ട്? ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. അപ്പം ഈ ആക്ടിവിറ്റീസിന് നമ്മൾ ഈ പറഞ്ഞ 3 ആക്ടിവിറ്റീസിൽ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. ഒന്നാമത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഏതിലാണ് വരുന്നത്? ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഏതിലാണ് വരിക? ഫിനാൻസിങ് ആക്ടിവിറ്റിയിലാണ് വരുന്നത്. ദെൻ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏതിലാണ് വരിക? സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലാണ് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വരിക. ദെൻ ബാങ്ക് ബാലൻസ്. ബാങ്ക് ബാലൻസ് ഏതിലാണ് വരിക? ബാങ്ക് ബാലൻസ് നമ്മൾ ഏതിലാണ് എടുക്കുക? ബാങ്ക് ബാലൻസ് ഏതിലാണ് എടുക്കുക? ബാങ്ക് ബാലൻസ്. ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് സേവിങ് ബാങ്ക് അക്കൗണ്ടിൽ വരുന്നതാണ്. സോ അത് ക്യാഷ് ഇക്വലൻസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലേ? ദെൻ ബൈ ബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് എന്ത് ചെയ്യുന്നു? ബൈ ബാക്ക് ചെയ്യുന്നു. സോ അതെന്താ? ഫിനാൻസിങ് ആക്ടിവിറ്റി. വേജസ് ആൻഡ് ഓഫീസ് എക്സ്പെൻസസ് അത് ഇതിലാണ് വരുന്ന? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ് വരിക. പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ് പറഞ്ഞു. ഡിവിഡൻറ്റ് പേയ്മെൻറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഫിനാൻസിങ് ആക്ടിവിറ്റീസിലാണ് വരുന്നത്. ക്യാഷ് സെയിൽസ് അതേതാ? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ് വരിക. നെക്സ്റ്റ് സെയിൽ ഓഫ് മെഷീനറി. ഞാൻ ഓർഡർ തെറ്റിയിട്ടല്ലേ പറഞ്ഞു, കുഴപ്പമില്ല. സെയിൽ ഓഫ് മെഷീനറി എന്ന് പറയുന്നത് ഏതിലാണ് വരുന്നത്? മെഷീനറി സെയിൽ ചെയ്യുന്നു, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. സെയിൽ ഓഫ് പാറ്റൻറ്റ്, ഇൻവെസ്റ്റിംഗ്, ഇൻടാഞ്ചിബിൾ. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റി. ഓഫ് കോഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെയാണല്ലോ വരുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്നല്ലേ പറഞ്ഞത്? സോറി, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഏതിലാണ് വരുന്നത്? അത് ക്യാഷ് ഇക്വലൻറ്റിലാണ് വരുന്നത്. ഓക്കെ, സോറി കേട്ടോ, ശ്രദ്ധിക്കണം. ക്യാഷ് ഇക്വലൻറ്റിലാണ് ഇത് വരിക. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ബാങ്ക് ബാലൻസ് തുടങ്ങിയിട്ടുള്ളതൊക്കെ വരുന്നത്. ദെൻ ഇൻകം ടാക്സ് പെയ്ഡ്. ഇൻകം ടാക്സ് പെയ്ഡ് ഏതിലാണ് വരിക? ഇൻകം ടാക്സ് പെയ്ഡ്. ഇൻകം ടാക്സ് പെയ്ഡ് നമ്മൾ ഇതിലാണ് യൂസ് എന്നാ പറഞ്ഞത്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ദെൻ റീപേയ്മെൻറ്റ് ഓഫ് ലോങ് ടേം ലോൺ. ലോങ് ടേം ലോൺ റീപേയ്മെൻറ്റ് ചെയ്യുന്നു. അതേതിലാണ് വരിക? ഫിനാൻസിങ് ആക്ടിവിറ്റിയിലല്ലേ. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് റെസീപ്റ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റിസീവ് ചെയ്യുന്നു, അത് വരുന്നത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, അല്ലേ? ഓക്കെ, അപ്പം 2 അതിൽ വരുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇന്ന് പഠിക്കാനുള്ളത് കേട്ടോ. ദെൻ ചെറിയൊരു ക്ലാസ്സാണ്, എല്ലാവരും പഠിക്കുക. താങ്ക് യു.